ഹായ്, നമസ്കാരം. എന്നാ താൻ കേസുകൂട്. ഇത് മലയാളത്തിൽ ഒരു സിനിമയുടെ തലക്കെട്ടാണ്. എന്നാൽ ഇപ്പോൾ നമ്മളെ കേരള മുഖ്യമന്ത്രിയും ഇപ്പോൾ ഈ തലക്കെട്ട് ഇതാ വിളിച്ചു പറഞ്ഞിരിക്കുന്നു. എന്നാ താൻ പോയി കേസുകൂട് എന്നാണ് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതായത് മാധ്യമപ്രവർത്തകർക്കെതിരെ കേസെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് മാധ്യമപ്രവർത്തകർ ചില ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞതിൻ്റെ പൊരുൾ അതായിരുന്നു. എന്നാ താൻ പോയി കേസുകൂട് എന്ന ഒരു പൊരുൾ ആ തരത്തിലാണ്. അതായത് നിങ്ങളെന്നാൽ അത് കോടതിയിൽ സമർത്ഥിക്കൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിൻ്റെ അർത്ഥം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്നാ താൻ കേസുകൂട് എന്ന് തന്നെയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു മുഖ്യമന്ത്രി പ്രതികരിക്കേണ്ടത് എങ്ങനെയാണെന്ന് പോലും തിരിച്ചറിയാൻ കഴിയാത്ത തരത്തിൽ അധപ്പതിച്ചിരിക്കുന്നു ഒരു കേരള മുഖ്യമന്ത്രി എന്ന് ഞങ്ങൾക്ക് നിങ്ങളുടെ മുന്നിൽ വന്ന് ഈ ക്യാമറ മുന്നിൽ വന്ന് പറയാൻ അല്പം വിഷമമുണ്ട്. കാരണം മാധ്യമപ്രവർത്തകർക്ക് ഒരു സാധാരണ സമരങ്ങൾ നടക്കുമ്പോൾ ഞാൻ വർഷങ്ങളായി രംഗത്ത് നിൽക്കുന്നതാണ്. സ്വാഭാവികമായും ഒരു പ്രതിഷേധ സമരം നടക്കുമ്പോൾ ഞങ്ങൾ റിപ്പോർട്ടർമാർക്ക് ധാരാളം ഫോൺ കോളുകൾ വരാറുണ്ട്. ഞങ്ങൾ അങ്ങോട്ടും വിളിക്കാറുണ്ട്. ഇന്ന് നിങ്ങളുടെ സമര പരിപാടി എവിടെയാണ്? നിങ്ങൾ സമരം പ്രഖ്യാപിച്ചിരിക്കുന്നല്ലോ. നിങ്ങൾ എവിടെയാണ് നിങ്ങൾ കരിങ്കൊടി ഉയർത്തുന്നത്? നിങ്ങൾ എവിടെയാണ് പ്രതിഷേധ മുദ്രാവാക്യം വിളിക്കാൻ പോകുന്നത് എന്ന് ഞങ്ങൾ അങ്ങോട്ടും വിളിച്ച് ചോദിക്കാറുണ്ട്. അതുപോലെ ഈ സമരക്കാർ അപ്രതീക്ഷിതമായി ചില സമരങ്ങൾ ചിലയിടത്ത് നടത്തുമ്പോൾ അത് വളരെ എക്സ്ക്ലൂസീവായി നിങ്ങൾ വാർത്ത ചെയ്യണം. നിങ്ങൾക്ക് മാത്രമേ ഞങ്ങൾ വിളിക്കുന്നുള്ളൂ, നിങ്ങളെ മാത്രമേ ഞങ്ങൾ ക്ഷണിക്കുന്നുള്ളൂ, അതുകൊണ്ട് നിങ്ങൾ അവിടെ വരണം, എന്നിട്ട് അത് ലൈവായിട്ട് കാണിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് സമരക്കാർ, പ്രത്യേകിച്ച് ഈ DYFIക്കാരും SFIക്കാരും നിരവധി തവണ ഞങ്ങളെ വിളിച്ച് ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് അത് അനുഭവസ്ഥനാണ്, ഞങ്ങൾക്ക് അറിവുന്നതാണ്, കാരണം നമുക്കത് അനുഭവമാണ്. അങ്ങനെ ഞങ്ങൾ ആ സ്ഥലത്ത് വളരെ രഹസ്യമായിട്ട് മറ്റ് ചാനലുകാരൊന്നും അല്ലെങ്കിൽ മറ്റ് പത്രക്കാരൊന്നും അറിയാതെ എക്സ്ക്ലൂസീവായിട്ട് ഞങ്ങൾക്ക് ആ വാർത്ത കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അവിടെ രഹസ്യമായി അവിടെ പോയി നിൽക്കുകയും ആ വാർത്ത വളരെ എക്സ്ക്ലൂസീവായി തന്നെ ഞങ്ങൾ വാർത്ത റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അത് മാധ്യമപ്രവർത്തനത്തിൻ്റെ ഒരു ഭാഗമാണ്. എന്നാൽ അതൊന്നും ഈ കേരള മുഖ്യൻ്റെ നാട്ടിൽ നടക്കില്ല എന്നാണ് പറയുന്നത്. കൈരളി ചാനലിന് വേണമെങ്കിൽ അത്തരത്തിൽ എക്സ്ക്ലൂസീവ് വാർത്ത ചെയ്യാം, ദേശാഭിമാനിക്കും വേണമെങ്കിൽ അത്തരത്തിൽ എക്സ്ക്ലൂസീവ് വാർത്ത ചെയ്യാം. പക്ഷേ നിങ്ങൾക്ക് ഈ സമരത്തിൻ്റെ പേരിൽ ഒരു എക്സ്ക്ലൂസീവ് നിങ്ങൾ ഉണ്ടാക്കണ്ട എന്ന ഒരു സ്വരമാണ് ഗവൺമെൻറ് ഭാഗത്തുനിന്നും മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായത്. 24 ചാനലിലെ വിനീത VG എന്ന് പറയുന്ന റിപ്പോർട്ടർക്കെതിരെയും അവിടുത്തെ കൊച്ചിയിലെ ബ്യൂറോ ചീഫിനെതിരെയും ഇപ്പോൾ കേസെടുത്തിരിക്കുകയാണ്. ആ വാർത്ത ഒരുപക്ഷെ ആദ്യമായിട്ട് ഈ ചാനലിൽ വന്ന് പറഞ്ഞത് ഞാനാണ്. 2 ദിവസം മുമ്പ് ഞാൻ ആ വാർത്ത നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചിരുന്നു. പക്ഷേ ഇപ്പോഴിത് വലിയ വാർത്തയായിരിക്കുന്നു. 24 ആ കേസ് ഏറ്റെടുത്തിരിക്കുന്നു. അവർക്ക് നോട്ടീസ് കിട്ടിയിട്ട് പോലും 24 അതിനെ വലിയ വാർത്തയാക്കാതെ അത് വെറുതെ നോട്ടീസ് നൽകിയല്ലേ, പോലീസ് പിന്മാറുമോ നോക്കട്ടെ എന്ന തരത്തിൽ 24കാർ അതിനെ വച്ച് താമസിപ്പിച്ചു എന്ന് തന്നെയാണ് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ അവർ നോട്ടീസ് കിട്ടിയ ഉടനെ തന്നെ അത് വാർത്തയാക്കാൻ ശ്രമിച്ചില്ല. എന്നാൽ നിർബന്ധമായിട്ടും പോലീസ് അക്കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയും മുഖ്യമന്ത്രി ഇത്തരത്തിൽ അതിനെ ന്യായീകരിച്ചുകൊണ്ട് 24ഉം സമരക്കാരും തമ്മിൽ ഗൂഢാലോചന നടത്തി എന്നും ആ ഗൂഢാലോചന ഞങ്ങൾക്ക് തെളിവുണ്ടെന്നും ഒക്കെ മുഖ്യമന്ത്രിയും അതുപോലെ പാർട്ടി വക്താക്കൾ ചാനലിൽ വന്നിരുന്ന് ഉറപ്പിച്ചു പറഞ്ഞപ്പോൾ 24കാർ എന്തായാലും 24 ചാനൽ ശക്തമായി രംഗത്ത് വരികയും അതിനെതിരെ പ്രതികരിക്കുകയും ചെയ്തു. ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നടത്തിയ ചോദ്യങ്ങൾക്കാണ് മുഖ്യമന്ത്രി ഈ നവകേരള സദസ്സിൻ്റെ അവസാന ദിവസത്തെ പത്രസമ്മേളനത്തിൽ സംസാരിച്ചത്. ഞങ്ങൾക്ക് തെളിവുണ്ട്, ഞങ്ങൾക്ക് പോലീസ് ചെയ്യാനുള്ളത് പോലീസ് ചെയ്യും, നിങ്ങൾ പോകണമെങ്കിൽ കോടതി പൊയ്ക്കോ, കോടതിയിൽ ചെന്ന് നിങ്ങൾ തെളിവ് ഹാജരായിക്കോ, പോലീസിനെതിരെ നിങ്ങൾ ചെയ്തോ, പോലീസ് ചെയ്യാനുള്ള ചെയ്യും, സർക്കാർ ചെയ്യാനുള്ള ചെയ്യും. ഇതാണ് കേരള ഭരണം, ഇതാണ് എൻ്റെ കീഴിലുള്ള ഭരണം. നിങ്ങൾ അങ്ങനെ അങ്ങ് വലിയ ആളാകണ്ട. എനിക്കെതിരെ ഷൂ എറിഞ്ഞപ്പോൾ അതിനെ നിങ്ങൾ ചിത്രീകരിച്ച് വാർത്തയാക്കി അതിനെ വലിയൊരു സംഭവമാക്കി മാറ്റിയ നിന്നെയൊക്കെ കാണിച്ചു തരാം എന്ന ഒരു സ്വരമാണ് ഇപ്പോൾ മുഖ്യമന്ത്രി മാധ്യമപ്രവർത്തകരോടും പ്രത്യേകിച്ച് 24 ചാനലിനോടും പറഞ്ഞിരിക്കുന്നത് എന്നത്. അത് 24നോട് മാത്രമല്ല, മാധ്യമപ്രവർത്തകരോട് മൊത്തം അത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ചെയ്യാനുള്ള ഞങ്ങൾ ചെയ്യും, എന്നാ തങ്ങൾ പോയി കേസ് കൊടുക്ക് എന്ന ഒരു അഹംഭാവമാണ് മുഖ്യമന്ത്രിയുടെ സ്വരത്തിൽ ഉയർന്നു കേട്ടത്.